യെശയ്യാവ് 41:15. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. 2025 ദൈവകൃപയിൽ കഴിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. 2026 ആത്മാവിനാലും ശക്തിയാലും നിറയപ്പെടുന്ന വർഷമായി തീരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മൂർച്ചയെ കെടുത്തിക്കളഞ്ഞ, നമ്മെ പ്രയോജനരഹിതമാക്കി തീർത്ത അനേകം വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. ഇരുട്ടിൻ്റെ അധികാരങ്ങൾ അതിനെ ചുക്കാൻ പിടിച്ച് കാണാം. എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കമായ ഇന്ന് മുതൽ നമ്മിൽ ദൈവം പുതിയ കൃപകളെ പകരും. ആത്മാവിൻ്റെ പുത്തൻ നിറവ് നമ്മിലേക്ക് പകരും. നമ്മെ പഴയതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ സഹായിക്കും. ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ ശക്തിയും പ്രാപിച്ച് ആൾ മാറിയവരെ പോലെ ദൈവം നമ്മെ ആക്കും. നമുക്കത് വിശ്വസിച്ച് ഏറ്റെടുക്കാം. വിശ്വാസത്തോടെ നാം ഏറ്റെടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പുതിയതെന്തായാലും അത് ഏറ്റവും നല്ലത് കാഴ്ചവെക്കും. ഒരു പുതിയ കത്തി വാങ്ങിയാൽ അത് വളരെ മൂർച്ചയുള്ളതായി ഏറെ നാൾ ആയിരിക്കും. നമ്മുടെ യഥാർത്ഥ ദൈവവിളിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു വർഷമായി തീരുമിത്. യോവേൽ പ്രവചനം 2:25 പറയുന്നത് പോലെ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് പകരം നൽകുന്ന ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. മെതിവണ്ടി മെതിക്കാനുള്ളതാണ്. നമ്മുടെ മുൻപിൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ ദുഷ്ടൻ കെട്ടിപ്പൊക്കുമ്പോൾ അതിനെ മെതിച്ച് പൊടിയാക്കുവാൻ, അവൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാൻ, അവൻ പരാജിതനായി മടങ്ങുന്നത് കണ്ട് ദൈവത്തിന് ഘോഷിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. പഴയതും മൂർച്ച പോയതുമൊക്കെ പ്രയോജനരഹിതമായി മാറ്റിയിടപ്പെടുമ്പോൾ നമ്മെ ദൈവത്തിന് ശക്തിയോടെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നാം സന്നദ്ധരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കൃപ കൃപ എന്നാർത്തുകൊണ്ട് അവൻ്റെ കോട്ടയെ തകർക്കുവാൻ, വിശ്വാസത്തോടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളോട് മാറിപ്പോകുവാൻ പറയുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഈ വർഷം വഹിക്കുന്നവരായി മാറാൻ നമുക്ക്. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ശക്തരായി തീരാം, മൂർച്ചയുള്ളവരായി മാറാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all. Wish you all a blessed 2026 in Jesus Christ.